ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൻ്റെ ദിവ്യമായ ചിത്രം. ഒരു സംഭവകഥ. തിരുവനന്തപുരത്ത് ഒരുവാതിൽക്കോട്ട എന്ന സ്ഥലത്ത് വേലായുധൻ എന്ന ഒരു ഗുരുഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെയെല്ലാം ഗുരുവിനെ കാണുവാൻ ശിവഗിരിയിൽ പോകുമായിരുന്നു. അങ്ങനെയിരിക്കെ ഇദ്ദേഹം ഗുരുദേവനോട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അതായത്, സ്വാമികളുടെ ഒരു ഫോട്ടോ എടുക്കുവാൻ എനിക്ക് അനുവാദം തരണം എന്ന്. ആ കാലത്ത് ഗുരുദേവൻ്റെ ചിത്രം ഇന്നത്തെ പോലെ സുലഭമായി ലഭിക്കുമായിരുന്നില്ല. ഇനി ഒരവസരത്തിലാകട്ടെ എന്ന് ഗുരു അരുളി ചെയ്തു. ഈ കാര്യം ഗുരുവിൻ്റെ 2 ശിഷ്യന്മാർ അറിയുവാനിടയായി. നിങ്ങൾ ഭഗവാന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്കും ഓരോ കോപ്പി തരണം എന്ന് അവർ വേലായുധനോട് മുൻകൂറായി പറഞ്ഞു. പിന്നീട് ഗുരുദേവൻ വേലായുധനോട് ഫോട്ടോ എടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊള്ളുവാൻ അറിയിച്ചു. ഫോട്ടോ എടുക്കുവാൻ ഗുരുദേവൻ പത്മാസനത്തിലിരുന്നു. അടുത്തു നിന്ന വേലായുധനോട്, വേലായുധ, എത്ര കോപ്പി വേണം എന്ന് ഗുരു ചോദിച്ചു. വേലായുധൻ പറഞ്ഞു, സ്വാമി, എനിക്ക് ഒരു കോപ്പി വേണം. ശിവഗിരിയിലെ അവിടുത്തെ ശിഷ്യന്മാരായ 2 സ്വാമികൾക്ക് ഓരോ കോപ്പി വീതം ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വാമി എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ തൻ്റെ 3 വിരലുകൾ ഉയർത്തിക്കാട്ടിയിട്ട് 3 കോപ്പി അല്ലേ വേലായുധ എന്ന് വേലായുധനോട് ചോദിച്ചു. വേലായുധൻ അതെ സ്വാമി എന്ന് മറുപടി പറഞ്ഞു. അടുത്തു നിന്ന ഫോട്ടോഗ്രാഫറെ നോക്കി സ്വാമികൾ ഫോട്ടോ എടുക്കുവാൻ അനുമതി നൽകി. അദ്ദേഹം ഫോട്ടോ എടുത്ത് സന്തോഷത്തോടെ മടങ്ങി. പിന്നീട് അതിൻ്റെ കോപ്പി എടുത്തപ്പോൾ 3 കോപ്പിയേ ലഭിച്ചുള്ളൂ. അത് 2 ആയിട്ടില്ല, 4 ആയില്ല. ഗുരു പറഞ്ഞ 3 കോപ്പി മാത്രം. ഈ ഫോട്ടോ കണ്ടിട്ട് പലരും ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു, ഞങ്ങൾക്കും ഓരോ കോപ്പികൾ തരാമോ എന്ന്. എന്നാൽ 4മതൊരു കോപ്പി എടുക്കുവാൻ ഫോട്ടോഗ്രാഫർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ഗുരുവിൻ്റെ അത്ഭുത സിദ്ധിയെപ്പറ്റി വേലായുധനും ഫോട്ടോഗ്രാഫർക്കും കൂടുതൽ ബോധ്യമായത്. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണു ദൈവം. ഈ ദിവ്യമായ ചിത്രം വേലായുധൻ കെടാവിളക്ക് വെച്ച് ആരാധിച്ചു പോന്നു. ശേഷം തൻ്റെ പിന്മുറക്കാരൻ KP ചിത്രഭാനുവിൻ്റെ കൈവശത്തിലെത്തി ഈ ദിവ്യമായ ചിത്രം. അദ്ദേഹവും ഈ രീതി തുടർന്നു. എന്നാൽ പിന്നീടുള്ള തലമുറ എങ്ങനെ ആയിരിക്കും എന്ന് നിശ്ചയമില്ലാത്ത ചിത്രഭാനു തൻ്റെ കൈവശമുള്ള ദിവ്യമായ ചിത്രം ഗുരുദേവൻ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠ നടത്തിയ കുന്നുംപാറ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തുള്ള ഗുരുമന്ദിരത്തിലെ വലിയ ഛായാചിത്രത്തിൻ്റെ മുൻവശത്തായി ഈ ദിവ്യചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്. കുന്നുംപാറ ക്ഷേത്രം സന്ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ദിവ്യചിത്രം ദർശിച്ച് സായുജ്യമടയാവുന്നതാണ്. ഓം പരബ്രഹ്മ സ്വരൂപായ നമഃ.